അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ശബ്ദം ക്ലിയർ ഉണ്ടോ? വലൈക്കും അസ്സലാം സൗണ്ട് വറഹ്മത്തുള്ളാഹി. കുറവാണേ. ശബ്ദം കുറവുണ്ടോ? ഇല്ല. ഓക്കെ അല്ലേ? ഓക്കെ, ഇൻഷാല്ലാ. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. اللهم سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا إلى النار مصيرنا ولا غاية قصدنا ولا تسلط علينا من لا يرحمنا. ഇൻഷാല്ലാ നമ്മള് സൂറത്തു തഫ്സീറാണ്, സൂറത്തു മുൽക്കാണ് നമ്മൾ ഇൻഷാല്ലാ ആരംഭിക്കാൻ പോകുന്നത്. പിന്നെ എന്റെ വീഡിയോ ഓപ്പൺ അല്ല. ഇവിടെ എന്താ പറയാ, വോൾട്ടേജ് കുറവാണ്. അതുകൊണ്ട് ഇരുട്ടാണുള്ളത്. ഇൻഷാല്ലാ അപ്പൊ ഇങ്ങനെ തുറന്നാലോ അല്ലേ? ഇൻഷാല്ലാ സൂറത്തുൽ മുൽക്ക് അതാണ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. മുൽക്ക് എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ആരാ പറയാ? രാജാവ്. അത് മലിക്ക് അല്ലെങ്കിൽ മാലിക്. രാജാധിപത്യം. രാജാധിപത്യം, കിങ്ഡം അല്ലെങ്കിൽ ഡൊമീനിയൻ എന്നൊക്കെ പറയും. ആധിപത്യം എന്നൊക്കെ ഉള്ളതാണ് മുൽക്ക് എന്നുള്ളതിന്റെ അർത്ഥം. ഈ ഒരു സൂറത്ത് എന്ന് പറയുമ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സൂറത്താണ്. അതുകൊണ്ട് തന്നെ ഇത് പഠിക്കണം, അത് പാരായണം ചെയ്യണം, അതേപോലെ അത് മനഃപ്പാഠമാക്കുകയും ചെയ്യണം. ഇത് വലിയ ഗുണമുള്ള ഒന്നാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ നമുക്ക് പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എല്ലാ രാത്രിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സൂറത്ത് ഓതാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. എല്ലാ ദിവസവും രാത്രി പ്രവാചകൻ ഈ സൂറത്ത് ഓതാറുണ്ടായിരുന്നു. അപ്പോ ഹദീസ് ഇങ്ങനെയാണ്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മൻ ഖറഅ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് കുല്ല ലൈലത്തിൻ. ആരെങ്കിലും ഓതിയാൽ, ഇത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക് ഈ സൂറത്തിന്റെ മറ്റൊരു പേരായിക്കൊണ്ടും ഇത് ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയും ഓതിയാൽ മനഅഹു അല്ലാഹു അസ്സ വജല്ല ബിഹാ മിൻ അദാബിൽ ഖബർ. അല്ലാഹു അവനെ ഖബറിലെ ശിക്ഷയിൽ നിന്ന് തടയും അല്ലെങ്കിൽ രക്ഷപ്പെടുത്തും എന്നുള്ളതാണ് ഈ സൂറത്ത് കാരണം. അപ്പൊ നമ്മളെല്ലാവരും ഒരു അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ വിശ്വാസത്തിൽപ്പെട്ടതാണ്, അഖീദയിൽപ്പെട്ടതാണ് എന്ത്? മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, ഖബർ ജീവിതമുണ്ട്, ബർസിഖിയായ ജീവിതമുണ്ട് എന്നുള്ളത് നമുക്കുള്ള വിശ്വാസമാണ്. ഖുർആനിലും ഹദീസിലും സ്ഥിരപ്പെട്ട ഒന്നാണ് ഖബറിലെ ശിക്ഷയും ഖബറിലെ ജീവിതവും, അവിടെ മലക്കുകൾ വരുന്നതും അതേപോലെ തന്നെ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുന്നതും എല്ലാം ഖുർആനിലും ഹദീസിലും വന്നതുകൊണ്ട് തന്നെ അഹ്ലു സുന്നയുടെ അഖീദയിൽപ്പെട്ടതാണ് എന്ത്? ഇതിലുള്ള വിശ്വാസം. ഇതിലൊരാൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നമ്മൾ കാഫിറായി പോകും. കാരണം എന്താ വെച്ചാൽ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പല തവണയായിക്കൊണ്ട് പല തെളിവുകളിലൂടെ അള്ളാഹു സമർത്ഥിക്കുന്ന ഒരു കാര്യമാണ് എന്ത്? മരണത്തിന് ശേഷമുള്ള ജീവിതവും മരണത്തിന് ശേഷമുള്ള പുനർജീവിതവും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ മരണത്തിന് ശേഷമുള്ള കാര്യങ്ങൾ ഇതിന് നമ്മൾ വിശ്വസിക്കണം. എങ്ങനെയാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും അള്ളാഹുവും പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, ആ രൂപത്തിൽ തന്നെ അത് വിശ്വസിക്കൽ നമ്മുടെ മേൽ വാജിബായ കാര്യമാണ്. അപ്പൊ ഈ സൂറത്ത് എല്ലാ ദിവസവും രാത്രി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പാരായണം ചെയ്തിരുന്നു. അങ്ങനെ ആരെങ്കിലും പാരായണം ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഖബർ ശിക്ഷയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തും എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പ്രവാചകന്റെ കാലത്ത് ഈ ഒരു സൂറത്തിന് അൽ മാനിഅത്തു എന്നും പേര് പറഞ്ഞിട്ടുണ്ട്. അൽ മാനിഅത്തു ഹദീസിൽ കാണാൻ സാധിക്കും, വകുന്ന ഫീ അഹ്ദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നുസമ്മിഹാ അൽ മാനിഅത. അപ്പോൾ ഈ സൂറത്തുൽ മുൽക്കിന് എന്ത് പേരുണ്ട്? അൽ മാനിഅത എന്ന പേരുമുണ്ട്. 8ഓളം പേരുകൾ ഉണ്ട് ഇതിന്. ഇൻഷാ അല്ലാഹ് നമ്മൾ പറയും. وإنها في كتاب الله عز وجل سورة من قرأها بها في كل ليلة فقد أكثر وأتى. ഈ ഹദീസിന്റെ അവസാനം ഈ അബ്ദുല്ലാഹ് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു
ഉദ്ധരിക്കുന്ന ഈ ഹദീത്തിന്റെ അവസാനം പ്രവാചകൻ പറയുകയാണ്, ഈ സൂറത്ത് ഈ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ, എല്ലാ ദിവസവും രാത്രി ഓതിക്കഴിഞ്ഞാൽ, ഫഖദ് അക്സറ വ അതാബ, അത് പറഞ്ഞാൽ അവൻ വിശിഷ്ടമായ കർമ്മമാണ് ചെയ്തിട്ടുള്ളത്. വിശിഷ്ടമായ നല്ലൊരു കർമ്മമാണ് അവൻ ചെയ്തിട്ടുള്ളത്. വ അക്സർ, വളരെ പുണ്യങ്ങൾ നേടിയെടുക്കുകയും ചെയ്തവനാണ്. ആരെങ്കിലും അങ്ങനെ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ വിശിഷ്ടമായ കർമ്മവും അതേപോലെ തന്നെ വളരെ പുണ്യങ്ങളും നേടിയെടുത്തിരിക്കുന്നു എന്നതാണ്. അപ്പൊ ഇങ്ങനെ കുറെ ഉം, മഹത്വങ്ങളുള്ള ഒരു സൂറത്താണ് ഇത് എന്നുള്ളത്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് പഠിക്കുക, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക, മനപ്പാഠമാക്കുക, രാത്രിയൊക്കെ പാരായണം ചെയ്യുക എന്നുള്ളത് നമ്മളെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താ, നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ് നമ്മുടെ ഖബർ ജീവിതം അത് നല്ല ഒരു ജീവിതം ആകണമെന്നുള്ളത്. റൗളത്തുൻ മിൻ റിയാദിൽ ജന്ന, സ്വർഗത്തിന്റെ പൂന്തോട്ടമായി നമ്മുടെ ഖബറുകൾ മാറണം. നമ്മുടെ ഖബറിലേക്ക് നമ്മളിൽ നിന്ന് പിരിയുമ്പോൾ നമ്മുടെ അടുത്തേക്ക് റഹ്മത്തിന്റെ മലക്കുകൾ, കാരുണ്യത്തിന്റെ മലക്കുകളാണ് വരേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയൊക്കെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്. ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സൂറത്ത് എന്നുള്ളത് മക്കിയായ സൂറത്താണ്. മക്കിയായ സൂറത്താണ് ഈ ഒരു സൂറത്ത്. അതേപോലെ ഈ ഖബറിലായിരിക്കുന്ന സമയത്ത് അബ്ദുല്ലാഹി ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, ഈ സൂറത്ത് നമുക്ക് ശഫാഅത്ത് ചെയ്യുന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് മലക്കുകൾ നമ്മുടെ അടുത്തേക്ക് വരും. മലക്കുകൾ പല ഭാഗത്തു കൂടി വരും. ആദ്യം വരുന്നത് നമ്മുടെ കാലുകളുടെ ഭാഗത്ത് കൂടെയാണ്. അപ്പൊ ആ കാലുകൾ പറയും, ലൈസ ലക്കും അലാ അലാ മഖ്ബിലി സബീലുൻ കാന യഖറഉ അലയ്യ സൂറത്തുൽ മുൽക്ക്. അപ്പൊ കാലുകൾ പറയുന്നതാണ് എന്ത്, എന്റെ ഭാഗത്ത് കൂടി നിങ്ങൾക്ക് പ്രവേശനമില്ല. കാരണം എന്താ, ഇദ്ദേഹം സൂറത്തുൽ മുൽക്ക് ഓതാറുണ്ടായിരുന്നു. അങ്ങനെ ഹൃദയത്തിന്റെ ഭാഗത്ത് കൂടെ വരും. അപ്പോഴും ഹൃദയം ഈ രൂപത്തിൽ പറയും, ലൈസ ലക്കും അലാ മഖ്ബിലി സബീലുൻ കാന ഔആ ഫീ സൂറത്തുൽ മുൽക്ക്. ഈ വ്യക്തിയുടെ സദറിന്റെ ഭാഗത്ത് കൂടെ, എന്റെ ഭാഗത്ത് കൂടെ വരാൻ പറ്റില്ല. കാരണം എന്താണ്, ഇദ്ദേഹം സൂറത്തുൽ മുൽക്ക് പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ തലയുടെ ഭാഗത്ത് കൂടെ വരുന്നുണ്ട്. അപ്പോഴും പറയും, തല പറയും, ലൈസ ലക്കും അലാ മഖ്ബിലി സബീലുൻ കാന യഖറഉ ബി സൂറത്തുൽ മുൽക്ക്. ഇദ്ദേഹം സൂറത്തുൽ മുൽക്ക് ഓതാറുണ്ടായിരുന്നു. ഫഹിയൽ മാനിഅത്തു, എന്നിട്ട് ഹദീസിൽ പറയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പേര് ഫഹിയൽ മാനിഅത്തു, അത് തടയുന്നതാണ്. അൽ മാനിഅത്തു പറഞ്ഞാൽ തടയുന്നതാണ്. എന്തിനാണ് തടയുന്നത്? തംനഉ അദാബൽ ഖബർ, ഖബർ ശിക്ഷ, ഖബർ ശിക്ഷയാണ് അത് തടയുന്നത്. ഞാൻ അടുത്തൊരു വിഷയം എന്നുള്ളത്, അതേപോലെ തന്നെ വേറൊരു റിവായത്തിൽ കാണാൻ സാധിക്കും, ഈ മലക്കുകൾ എന്താണ് അടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ അവയവങ്ങൾ പറയുന്നതാണ് എന്ത്, കാന യഖൂമു വയഖറഉ സൂറത്തുൽ മുൽക്ക്. അവര് എന്താണ്, ഈ വ്യക്തി സൂറത്തുൽ മുൽക്ക് രാത്രി എണീറ്റുകൊണ്ട് നമസ്കരിച്ച് പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്നും നമുക്ക് റിവായത്തുകളിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സുന്നത്ത് കൂടി നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റും. ഇനിയിപ്പോ അറിയില്ലെങ്കിലും എന്ത് ചെയ്യണം, നമ്മൾ പരമാവധി അത് നോക്കിക്കൊണ്ടോ ഒക്കെ ഓതാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നുണ്ട്, ഇന്ന സൂറത്തൻ മിനൽ ഖുർആൻ, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയത്തിൽ, 30 ആയത്തുകളാണ്. ശഫഅത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു. ഈ സൂറത്ത് എന്ത് ചെയ്യും, ഈ 30 ആയത്തുകളുള്ള ഈ സൂറത്ത് എന്ത് ചെയ്യും, അത് ശഫാഅത്ത് ചെയ്യും, ഒരു മനുഷ്യന് വേണ്ടി ശഫാഅത്ത് ചെയ്യും, അവന് പുറത്തു കിട്ടുന്നത് വരെ എന്നുള്ളതാണ്. അല്ലെ, അപ്പൊ ഈ സൂറത്ത് നമുക്ക് ശഫാഅത്ത് ചെയ്യാന്ന് പറയുമ്പോൾ ആ ഒരു സൂറത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ അതിന്റെ ആൾക്കാരാക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ പഠിക്കുകയും പാരായണം ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് ഇത് നമുക്ക് ഈ രൂപത്തിൽ ഉപയോഗപ്പെടുന്നത്. അപ്പൊ ഈ സൂറത്ത് ശഫാഅത്ത് ചെയ്യും, ഏത് വരെ, ഹത്താ ഗുഫിറ ലഹു, ആ വ്യക്തിക്ക്, ഇത് പാരായണം ചെയ്യുന്ന ആൾക്ക്, ഇത് പഠിച്ച ആൾക്ക് പുറത്ത് കിട്ടുന്നത് വരെ ഈ സൂറത്ത് എന്ത് ചെയ്യും, നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യും. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, വഹിയ, ആ സൂറത്ത് എന്നുള്ളത് തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്ക്, അഥവാ സൂറത്തുൽ മുൽക്കിലെ മുൽക്കാണ്
എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അല്ലെ, നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ ഇത്രയും പുണ്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത് വെറും 4 മിനിറ്റ് മതി. അല്ലെ, ഈ സൂറത്ത് ഓതാൻ വെറും 4 മിനിറ്റ് മതി. 4 മിനിറ്റ് നമ്മൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സൂറത്ത് ഒന്ന് രാത്രി ഓതി തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമേ ഉള്ളൂ. എളുപ്പമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നമ്മുടെ ശരീരത്തിൽ ചെയ്തു വെച്ച ഒരു വലിയ റഹ്മത്തും കാരുണ്യവുമാണ്, നമ്മോടുള്ള കാരുണ്യവുമാണ് ചെറിയ കർമ്മങ്ങൾ. അതിന് വലിയ പ്രതിഫലങ്ങൾ. അല്ലെ, ചെറിയ കർമ്മങ്ങളാണ്, പക്ഷെ വലിയ വലിയ പ്രതിഫലങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഇതിനും 4 മിനിറ്റ് മാത്രം പാരായണം ചെയ്യേണ്ട ഒരു സൂറത്ത്, അതിന് എത്രത്തോളം പ്രാധാന്യമാണ്. അപ്പൊ നമ്മൾ ഒരു വിശ്വാസം സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചിലപ്പോൾ അത് ചെറുതായി കാണും, പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ വലിയ പ്രതിഫലവും വലിയ പ്രാധാന്യവും അർഹിക്കുന്ന പ്രവർത്തനങ്ങളായിരിക്കും. അതുകൊണ്ട് തന്നെ അല്ലെ, ഹദീസിൽ പഠിപ്പിച്ചിട്ടുണ്ട്, ഒരാളെ നോക്കുമ്പോൾ പുഞ്ചിരിയോട് കൂടി അയാളെ അഭിമുഖീകരിക്കുന്നത് പോലും നിങ്ങൾ ഒച്ചാക്കി കാണരുത്. അപ്പോ എല്ലാ നല്ല കർമ്മങ്ങളും നമ്മൾ ചെയ്യണം. ചിലപ്പോ നമ്മൾ മനസ്സിൽ ചെറുതായി കാണുന്നത് എന്തായിരിക്കും, അള്ളാഹുവിന്റെ അടുക്കൽ വലുതായിരിക്കും. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത്, ആ 2 റക്അത്തിനെ പറ്റി എന്താ പറയുന്നത്, ഈ ലോകവും അതിലുള്ളതും അതിനേക്കാൾ ഉത്തമമാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ചെറിയ കർമ്മങ്ങൾ ഇതിലുള്ള വലിയ നേട്ടങ്ങൾ കൊയ്യാൻ പറ്റും. നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളത് വലിയ വലിയ കാര്യങ്ങളിൽ പോയിരുന്നു. അല്ലെ, വലിയ വലിയ കാര്യങ്ങളായിരിക്കും നമ്മുടെ ശ്രദ്ധ മുഴുവൻ. ഇല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കൂടുതൽ കൂലിയൊക്കെ തന്നിട്ടുള്ളത് നമ്മൾ അത് ചെയ്യണം, ചെയ്യേണ്ട എന്നുള്ളതല്ല. ഇപ്പൊ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ കൂടുതൽ നമുക്ക് പ്രതിഫലം കിട്ടുന്നുള്ളതാണ്. ഇനി ഈ ഒരു സൂറത്തിന്റെ പേരുകൾ നമുക്ക് പറയാം. ഈ സൂറത്തിന് പേരുകൾ ഒന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. നേരത്തെ പറഞ്ഞ പേര് ആരെങ്കിലും പറയോ? 2 പേരുകൾ പറഞ്ഞു. അൽമാനിഅത്തു, പിന്നെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു, അല്ലെ, ആ സൂറത്ത് മുൽക്കിന്റെ ആദ്യത്തെ ആയത്തിന്റെ ചെറിയൊരു ഭാഗം. അപ്പൊ അതാണ് ഒന്നാമത്തെ പേര്. പിന്നെ മാനിഅത്തു, മാനിഅത്ത് പറഞ്ഞാൽ തടയുന്നത് എന്നുള്ളതാണ് അർത്ഥം. അപ്പൊ 2 പേരുകൾ. അതേപോലെ തന്നെ ചില വിവാദത്തിൽ കാണാൻ സാധിക്കും തെബാറക്കൽ മുൽക്കു, തെബാറക്കൽ മുൽക്കു എന്നും പേര് കാണാൻ സാധിക്കും. തെബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു ഉണ്ട്, പിന്നെ അൽമാനിഅത്തു ഉണ്ട്, പിന്നെ തെബാറക്കൽ മുൽക്കു എന്നും പേര് കാണാൻ സാധിക്കും. പിന്നെ നമ്മളൊക്കെ അറിയുന്ന, നമ്മൾ പഠിച്ചിട്ടുള്ള അൽ മുൽക്ക് എന്ന പേര്, സൂറത്തുൽ മുൽക്ക്. ഇനി മറ്റൊരു പേര് എന്നുള്ളത് അൽ വാഖിയ, അൽ വാഖിയ അല്ല, അൽ വാഖിയ, അൽ വാഖിയ ബിൽയാഇ, അൽ വാഖിയ. അപ്പൊ വേറെ സൂറത്തുണ്ട് അൽ വാഖിയ, അത് ഐനാണ്, അതല്ല, അൽ വാഖിയ എന്നും ഇതിനർത്ഥമുണ്ട്. നമുക്ക് അങ്ങനെ ആ രൂപത്തിൽ കാണാൻ സാധിക്കും. വാഖിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുന്നത്, രക്ഷപ്പെടുത്തുന്നത്. വിഖായത്ത് എന്ന പദത്തിൽ നിന്നാണ് അൽ വാഖിയ, അൽ വാഖിയത്തു എന്ന് വന്നിട്ടുള്ളത്. കിട്ടിയല്ലോ അല്ലെ, അൽ വാഖിയത്തു യാ ആണ്. മറ്റേ വിശുദ്ധ ഖുർആനിലുള്ള മറ്റേ സൂറത്തിന്റെ പേര് അൽ വാഖിഅത്തു, ഐനാണ്. ഇനി മറ്റൊരു പേര് കൂടി ഉണ്ട്, അൽ മുജാദലത്തു, അൽ മുജാദലത്തു എന്നും ഇതിന് പേരുണ്ട്. സൂറത്തിൽ വേറെ ഖുർആനിലെ വേറെ സൂറത്തിനും അൽ മുജാദിലത്തു എന്നാണ് അതിന്റെ സൂറത്തിന്റെ പേര്, അൽ മുജാദിലത്തു. അപ്പൊ അതല്ല, ഇത് അൽ മുജാദലത്തു. എന്തുകൊണ്ടാണ് അൽ മുജാദലത്തു എന്ന് പറഞ്ഞ് അതിന് പേര് വരാൻ കാരണം? കാരണം ഈ സൂറത്ത് മലക്കുകളോട് മലക്കുകളോട് കേട്ടില്ല, എന്തെങ്കിലും പറഞ്ഞതാണോ? എന്താണ്? ക്ലിയർ ആവുന്നില്ല, ക്ലിയർ ആയിട്ടില്ല, ഒന്നുകൂടി പറയാമോ? അതെ അതെ അതെ, തർക്കിക്കുന്നത് കൊണ്ടാണ്. മലക്കുകളോട് ഖബറിൽ എന്ത് ചെയ്യും? തർക്കിക്കും. അതുകൊണ്ടാണ് ഇതിന് അൽ മുജാദലത്തു എന്ന് പേര് വരാൻ കാരണം. അപ്പൊ ഇത്തരം പേരുകളാണ്. അപ്പൊ വിശുദ്ധ ഖുർആനിൽ ഉള്ള ഒരു പ്രത്യേകത എന്ത്? ചില സൂറത്തുകൾക്ക് ഒറ്റ പേരുണ്ടാവുള്ളൂ, ചില സൂറത്തുകൾക്ക് ഒന്നിൽ കൂടുതൽ പേരുണ്ടാവും. 2 പേരുകളുണ്ട്, 10 പേരുകളുണ്ടാവും, 30 പേരുള്ള ഒരു സൂറത്തുണ്ട്. അത് ഏതാണെന്ന് അറിയാൻ പറ്റും? പറയാൻ പറ്റും? 30 പേരുള്ള സൂറത്ത്
കേട്ടില്ല. ആ, ഫാത്തിഹയാണ്. അതെ അതെ അതെ, 30 പേരുള്ള സൂറത്ത് എന്നുള്ളത് ഫാത്തിഹയാണ്. സൂറത്തുൽ ഫാത്തിഹയ്ക്ക് 30 പേരുകളുണ്ട് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ ഒരു ഹദീസ് നമ്മൾ വായിച്ചിരുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, ഇന്ന സൂറത്തുൻ മിനൽ ഖുർആൻ, ഖുർആനിലെ ഒരു സൂറത്തുണ്ട്, 30 ആയ, അത് 30 ആയത്തുകളാണ്. ശഫാഅത്ത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു, അവന്റെ പാപം പൊറുക്കുന്നത് വരെ ആ സൂറത്ത് എന്ത് ചെയ്യും? ശഫാഅത്ത് ചെയ്യും. അത് തബാറക ലദീ ബിയദിഹിൽ മുൽക്ക്. അപ്പൊ ഇവിടെ പറഞ്ഞത് ഇന്ന സൂറത്തുൻ മിനൽ ഖുർആനി 30 ആയ, വിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, അതിന് 30 ആയത്തെന്നാ പറഞ്ഞല്ലേ. അപ്പൊ പ്രവാചകന്റെ കാലത്ത് തന്നെ എന്തുണ്ട്? ആയത്തിന്റെ എണ്ണങ്ങളൊക്കെ തിട്ടപ്പെടുത്തുക, ഏ എണ്ണം, അതിന്റെ ആയത്തുകളൊക്കെ എണ്ണുക എന്നുള്ളത് പ്രവാചകന്റെ കാലത്ത് തന്നെ ഉണ്ടായിരുന്നു. ആ കാര്യങ്ങൾ പ്രവാചകന്റെ കാലത്ത് തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ള തെളിവാണ്. പ്രവാചകൻ കാലത്ത് തന്നെ എത്ര ആയത്തുകളുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അന്ന് നടന്നിരുന്നു, അന്ന് എണ്ണം തിട്ടപ്പെടുത്തലും ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഈ ഹദീസിലൂടെ. ഞാൻ ഇനി ഇതിലെ ആദ്യത്തെ ആയത്ത്, പക്ഷെ നമ്മുടെ സമയം കുറച്ച് വൈകിപ്പോയി, സൂമിന്റെ ചെറിയ തകരാറുകൾ കൊണ്ട്. ഞാൻ പക്ഷെ ഒന്നാമത്തെ ആയത്ത് കൂടി നമുക്ക് പറഞ്ഞിട്ട് നിർത്താം, അല്ലേ? ഞാൻ അപ്പൊ ഒന്നാമത്തെ ആയത്ത്, തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഞാൻ അപ്പൊ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. തബാറക്ക എന്നുള്ളത് ബറക്കത്ത് ഉള്ളവനായി, ബറക്കത്ത് ഉടയവനായി എന്നാണ് തബാറക്കയുടെ അർത്ഥം. ബർക്കത്തുള്ളവനായി. അല്ലദീ, ആര്? യാതൊരുവൻ. അല്ലദീ, യാതൊരുവൻ. ബിയദിഹി, ബിയദിഹി എന്ന് പറഞ്ഞാൽ ഫിയദിഹി, അവന്റെ കയ്യിലാണ്. ബിയദിഹി എന്നാൽ ഫിയദിഹി, അവന്റെ കയ്യിലാണ്. അൽ മുൽക്കു, ആധിപത്യം. ഇവിടെ അൽ മുൽക്ക് എന്നാണ് ഉപയോഗിച്ചത്, അല്ലെ? അൽ മുൽക്ക് എന്ന് പറയുമ്പോൾ എല്ലാ ആധിപത്യവും എന്നുള്ളതാണ്. എല്ലാ ആധിപത്യവും അള്ളാഹുവിന്റെ കയ്യിലാണ്. ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹുവിന് എല്ലാത്തിനും, വഹുവ അള്ളാഹു, അവൻ അലാ കുല്ലി ഷൈഇൻ എല്ലാത്തിനും, ഖദീർ കഴിവുള്ളവനാണ് എന്നുള്ളതാണ്. അപ്പൊ തബാറക്ക എന്നുള്ളതിന്റെ അർത്ഥം ബർക്കത്ത് ഉടയവൻ ആയി എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ തബാറക്ക എന്നുള്ളത് ഒരു ക്രിയ രൂപത്തിലാണ്, അല്ലെ? ഇപ്പൊ വിശുദ്ധ ഖുർആനിൽ പല സൂറത്തുകളും പല രൂപത്തിൽ തുടങ്ങും. ചിലത് ഹർഫുകൾ കൊണ്ട് തുടങ്ങും, അതേപോലെ തന്നെ ചിലത് ക്രിയകൾ കൊണ്ട്, ഫിഅലുകൾ കൊണ്ട്. ചിലതിൽ ഫിഅല് അമ്രുണ്ടാവും, കൽപ്പന ക്രിയകളുണ്ട്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ്, ഇഖ്റ, താങ്കൾ വായിക്കൂ. അപ്പൊ ഒരു കൽപ്പനാ ക്രിയകൾ ഉള്ളതുണ്ടാവും, അതിനാണ് ഫിഅല് അമ്ർ എന്ന് പറയും. അതേപോലെ തന്നെ അക്ഷരങ്ങള് ഒക്കെ ഉള്ള, അതേപോലെ തന്നെ ഇസ്മുകൾ, നാമങ്ങൾ കൊണ്ടൊക്കെ തുടങ്ങുന്ന സൂറത്തുകൾ വിശുദ്ധ ഖുർആനിലുണ്ട്. അപ്പൊ ഈ സൂറത്ത് തുടങ്ങുന്നത് ക്രിയ കൊണ്ടാണ്. ഇനി ഇവിടെ ഉള്ളത് തബാറക്ക, ഫിഅല് മാദിയാണ്, അഥവാ ഭാവി കാലത്തിൽ ആ രൂപത്തിലാണ് ഇത് അറിയിക്കുന്നത്. അപ്പൊ ബറക്കത്ത് ഉടയവനായി എന്നുള്ളതാണ് തബാറക്ക എന്ന പദത്തിന്റെ അർത്ഥം. അപ്പൊ തബാറക്ക എന്ന് പറയുമ്പോൾ അതില് ബർക്കത്ത് എന്ന പദത്തിൽ നിന്നാണ് തബാറക്ക വരുന്നത്. ബർക്കത്ത്, ബിർക്കത്ത് എന്നൊക്കെ പറയപ്പെട്ടിട്ടുണ്ട്. എന്താണ് ബർക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമ്മൾക്ക് സാധാരണ പറയാറുണ്ട് ബർക്കത്ത്, ബർക്കത്ത്, അല്ലെ? എന്റെ ബർക്കത്ത് കൊണ്ടാന്നൊക്കെ പറയും ചിലപ്പോൾ തമാശക്ക്. അപ്പൊ എന്താണ് ബർക്കത്ത് എന്ന് പറയുമ്പോൾ? തബാറക്ക, അത് ബർക്കത്ത് അല്ലെങ്കിൽ ബിർക്കത്ത് എന്ന് വന്നതാണ്. അതിന്റെ അർത്ഥം എന്നുള്ളത് കെഫ്റത്തുൽ ഖൈരി വസുബൂതുഹു വദവാമുഹു. ബർക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഭാഷ കൊണ്ട് ബിർക്കത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ താഴ്ന്ന ഭാഗങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ വെള്ളമൊക്കെ വന്നിട്ട് അവിടെ അവിടെ വന്നിട്ടാണ് നിൽക്കുക. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഉയർന്ന ഭാഗങ്ങളാണ്. അപ്പൊ വെള്ളമൊക്കെ ഒലിച്ച് എവിടെ വരിക? ഇവിടേക്ക് വരും, അല്ലെ? അപ്പൊ അവിടെ ഇങ്ങനെ കൂടും. അപ്പൊ അതാണ് ബർക്കത്ത് അല്ലെങ്കിൽ ബിർക്കത്ത് എന്നുള്ളത് ഭാഷാപരമായി കൊണ്ട് അത് ഉപയോഗിക്കപ്പെടുന്നത്. അഥവാ ഒരു താഴ്ന്ന സ്ഥലം, ആ സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു? വെള്ളമൊക്കെ അവിടെ നിന്ന് ഇവിടുന്നൊക്കെ വരുന്ന വെള്ളങ്ങൾ അവിടേക്ക് വരുന്നു. അതിനാണ് ബർക്കത്ത് എന്ന് പറയും. വെള്ളം വരുന്ന ആ ഒരു സ്ഥലങ്ങൾക്ക്, വെള്ളം അവിടെ കൂടിച്ചേരുന്ന സ്ഥലം. ഇനി നമ്മൾ ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് കെസ്റത്തുൽ ഖൈർ,
വർദ്ധിക്കുക എന്ത് ഖൈർ, നന്മ വർദ്ധിക്കലാണ് ബർക്കത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വസബൂത്തുഹു അത് സ്ഥിരമാകുക, അത് സ്ഥിരപ്പെടുക, നന്മ സ്ഥിരപ്പെടുക. വദവാമുഹു അത് നിത്യമായിക്കൊണ്ട് നമ്മുടെ ഒപ്പം ഉണ്ടാവുക, നിത്യമായിക്കൊണ്ട് അത് ഉണ്ടാകുക. ദവാം, ദവാമുഹു, ദവാം അൽ ഖൈർ. അപ്പോൾ ഇതാണ് ബർക്കത്തിന്റെ അർത്ഥം. കസറത്തുൽ ഖൈർ, നന്മ ധാരാളമായി കൊണ്ട് ഉണ്ടാവുക. വസുബൂത്തുഹു അത് സ്ഥിരമാകുക, സ്ഥിരപ്പെടുക. വദവാമുഹു അത് നിത്യമായിക്കൊണ്ട് നമുക്ക് ഉണ്ടാവുക, എല്ലാ കാലത്തും നമുക്കുണ്ടാവും. അതാണ് ബർക്കത്ത് എന്ന് പറയുന്നത്. നമ്മൾ അള്ളാഹുവിന്റെ ബർക്കത്ത് എപ്പോഴും ചോദിക്കണം. എന്തെങ്കിലും കാണുമ്പോൾ നമ്മൾ എന്ത് പറയണം? മറ്റൊരു വ്യക്തിയിൽ നമ്മൾ നന്മ കാണും. അപ്പൊ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, മറ്റൊരു വ്യക്തിയുടെ നമ്മൾ കാണണമെങ്കിൽ ബാറക്കല്ലാഹു ഫീക് എന്ന് പറയണം. ബാറക്കല്ലാഹു ഫീക്, ബാറക്കല്ലാഹു ലക് എന്ന് പറയണം. ഇനി നമ്മുടെ അടുത്ത് വല്ല ഖൈർ കണ്ടാലോ നമ്മൾ പറയേണ്ടത് എന്താന്ന് പറയാൻ പറ്റുമോ? ആരെങ്കിലും നമ്മുടെ അടുത്ത് വല്ല ഖൈർ ഉണ്ടായി കഴിഞ്ഞാൽ لا എന്ത്? قوة إلا بالله. ലാ ഖുവത ഇല്ലാ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് കേട്ടുള്ളൂ. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ് എന്നാണ്. മാഷാ അല്ലാഹ്. അപ്പൊ നമ്മുടെ അടുത്ത് വല്ലതും നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ ഒക്കെ നല്ലത് കാണുമ്പോൾ മാഷാ അല്ലാഹ് അവർ നല്ല രൂപത്തിൽ ഒക്കെ ഉണ്ടാകും. അവർക്ക് നല്ല നേട്ടങ്ങൾ കിട്ടുമ്പോൾ, അവരുടെ സൗന്ദര്യം കാണുമ്പോൾ അപ്പോൾ മാഷാ അല്ലാഹ് എന്നാണ് നമ്മൾ പറയേണ്ടത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കണ്ണേറ് ബാധിക്കുക. ഒരു നല്ല കാര്യം കാണുമ്പോൾ എന്താവും? കണ്ണില് ഇതിനെ പറ്റിയുള്ള ചർച്ചകൾ കാണാൻ സാധിക്കും. നമ്മുടെ കണ്ണില് ഈ തോക്ക് പോലത്തെ ഒരിതാണ്. കണ്ണ് ചിലപ്പോൾ എന്ത് ചെയ്യും? ഈ കണ്ണേറ് എന്നുള്ളത് തോക്ക് പോലെയാണ്. അതായത് ചിലപ്പോൾ എന്താവും? അത് തട്ടും. ചിലപ്പോൾ വഴി കറക്റ്റ് അതിന്റെ ഉദ്ദേശ സ്ഥലത്ത് കൊണ്ടേ തട്ടും, ചിലപ്പോൾ തട്ടൂല. അപ്പൊ ഈ കണ്ണേറ് എന്ന് പറയുമ്പോൾ അത് നമ്മൾ രക്ഷപ്പെടണം. അപ്പൊ നമ്മുടെ ഒന്നും എന്തുണ്ടാവരുത്? ഈ ഒരു വിഷയം ഉണ്ടാകാൻ പാടില്ല, കണ്ണേറ് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ നമ്മൾ മറ്റുള്ളവരുടെ ഒരു നന്മ കണ്ടു കഴിഞ്ഞാൽ ബാറക്കല്ലാഹു ഫീക്. ഇനി നമ്മൾ തന്നെ നന്മ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? മാഷാ അല്ലാഹ്. അപ്പൊ ചിലപ്പോ സമയത്ത് പണ്ഡിതന്മാർ പറയുന്നുണ്ട്, സ്വന്തം ഉമ്മാന്റെ കണ്ണേറ് സ്വന്തം മക്കൾക്ക് തട്ടും എന്നുള്ളതാണ്. അപ്പൊ അത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ചിലപ്പോൾ നമ്മുടെ കയ്യില് നമ്മൾ തന്നെ കണ്ടിട്ട് നമുക്ക് എന്താവും? കണ്ണേറ് തട്ടാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മാഷാ അല്ലാഹ് ആ രൂപത്തിൽ പറയണം എന്ന് പണ്ഡിതന്മാർ ഉണർത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. നാം അപ്പൊ ബർക്കത്ത് കസറത്തുൽ ഖൈർ വസുബൂതുഹു വദവാമുഹു എന്നുള്ളതാണ് ബർക്കത്ത് എന്നുള്ളതിന്റെ അർത്ഥം എന്നുള്ളത്. കസറത്തുൽ ഖൈർ വസുബൂതുഹു വദവാമുഹു. ഇനി ബർക്കത്ത് എന്നുള്ള പദത്തിന്റെ പദത്തിന് കുറച്ച് അതിന്റെ അർത്ഥം എന്താണ്? മലയാളത്തിൽ കൊണ്ട് നമ്മൾ അർത്ഥം പറയാം. അതിന് ചില അർത്ഥങ്ങൾ കാണാൻ സാധിക്കും. എന്താണ് അതിനുള്ള അർത്ഥം എന്നുള്ളത്? നേരത്തെ പറഞ്ഞു, ഖൈർ, ഒന്ന് ഖൈർ നന്മ, ഒന്ന് ഫദ്ല് ശ്രേഷ്ഠത, റഹ്മത്ത് കാരുണ്യം. ഇതൊക്കെ ഇതിന്റെ മുത്രാദിഫുകളാണ്, നാനാർത്ഥങ്ങളാണ്. ബർക്കത്ത് എന്ന പദത്തിന്റെ മുത്രാദിഫുകളാണ് ഫദ്ല്, ഖൈർ, റഹ്മത്ത് എന്നൊക്കെ ഉള്ളത്. ഫദ്ല്, ഖൈർ, റഹ്മത്ത്. അതേപോലെ തന്നെ ഇവിടെ തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു, അൽ മുൽക്കു എന്നാ പറഞ്ഞു. അൽ മുൽക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു എല്ലാ ആധിപത്യവും, എല്ലാ അധികാരങ്ങളും, അധികാരം മുഴുവൻ എന്നർത്ഥമാണ് ആ അൽ എന്നുള്ളത് അതിനുള്ളത്. ഈ അല്ലിനെ പറയൽ അൽ ഇസ്തിഗ്റാഖ്, ലിൽ ഇസ്തിഗ്റാഖ് എന്ന് പറയും. ഇസ്തിഗ്റാഖ് എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും വലയം ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ എല്ലാ മുൽക്കും അള്ളാഹുവിനുള്ളതാണ്. ബിയദിഹി നമ്മൾ പറഞ്ഞു, ഫി യദിഹി എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. സൂറത്ത് യാസീന്റെ അവസാനത്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും, സുബ്ഹാനല്ലദീ ബിയദിഹി മലകൂതു കുല്ലി ഷൈ. സുബ്ഹാനല്ലദീ, പരിശുദ്ധനായി, അല്ലെ? പരിശുദ്ധനായി. അല്ലദീ, പരിശുദ്ധനാണ്. അല്ലദീ, ഒരുവൻ. ബിയദിഹി, അവന്റെ കയ്യിലാണ്. മലകൂതു കുല്ലി ഷൈ, എല്ലാത്തിന്റെയും അധികാരം. അപ്പൊ നമ്മളൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ ഈ ലോകത്തുള്ള ആൾക്കാരിലേക്ക് നമ്മൾ ആധിപത്യത്തെ ചേർത്തി പറയാറുണ്ട്. പക്ഷെ ഇവിടെയുള്ള ആധിപത്യം, ഇവിടെ ലഭിക്കുന്ന ആധിപത്യം എന്നുള്ളത് എന്താണ്? ജാഇലുൻ, അത് നീങ്ങിപ്പോകുന്നതാണ്. എന്നാൽ അള്ളാഹുവിനുള്ള മുൽക്ക് എന്നുള്ളത് എന്തല്ല? നീങ്ങിപ്പോകുന്നതല്ല. നമ്മൾ ആലങ്കാരികമായി കൊണ്ട് പറയുന്നതാണ് എന്ത്? ഇവിടെയുള്ള ആധിപത്യവും മുൽക്കൊക്കെ. നമ്മൾ ഹാറൂൻ റഷീദ് അബ്ബാസി ഖലീഫയായിരുന്നു അദ്ദേഹം, ഹാറൂൻ റഷീദ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം മരണസമയത്ത് പറയുന്ന ഒരു വാക്കുണ്ട്, പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം, യാ മൻ ലഹുൽ മുൽക്കു ഇർഹം മൻ സാല മുൽക്കുഹു.
യാ മൻ ലഹുൽ മുൽക്കു, യാ മൻ ലഹുൽ മുൽക്കു, യാ അള്ളാഹുവിനെ വിളിക്കുകയാണ്. മൻ ലഹുൽ മുൽക്കു, ആധിപത്യം മുഴുവനുള്ള അള്ളാഹുവെ, ഇർഹം മൻ ജാല മുൽക്കുഹു, ആധിപത്യം നീങ്ങിപ്പോയ ഈ വ്യക്തിയെ നീ റഹ്മത്ത് ചെയ്യണേ, കരുണ കാണിക്കണേ എന്ന് പറയാം. യാ മൻ ലഹുൽ മുൽക്ക്, അള്ളാഹുവിനാണ് എല്ലാ മുൽക്കും ഉള്ളത്. ഇർഹം മൻ ജാല മുൽക്കുഹു, അപ്പൊ മരണസമയത്ത് എന്തായി? ആധിപത്യം പോയി. അതത് അനന്തരവർക്കോ അല്ലെങ്കിൽ കുടുംബങ്ങൾക്കോ ഒക്കെ പോകും. അപ്പൊ ജാല മുൽക്കുഹു, ആധിപത്യം നഷ്ടപ്പെട്ടവനായ എന്നെ, എന്നോട് കാരുണ്യം കാണിക്കണമേ എന്ന് ഹാറൂൻ റഷീദ് റഹിമഹുല്ലാഹ് അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഹാറൂൻ റഷീദ് പറയുമ്പോൾ അദ്ദേഹത്തിന് വലിയ ആധിപത്യം, വലിയ രാജ്യം ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു. ഇന്നത്തെ ഇതിൽ നോക്കുകയാണെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും, 23ഓളം രാഷ്ട്രങ്ങൾ അദ്ദേഹത്തിന്റെ ഇന്നത്തെ കാലത്ത് 23ഓളം രാഷ്ട്രങ്ങൾ അദ്ദേഹത്തിന്റെ ആധിപത്യത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തോട് തന്നെ വേറൊരാൾ, ഒരു മുഹമ്മദ് ബിൻ സിമാഖ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തോട് ഒരു സംവാദം നടത്തുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നുണ്ട്, ഈ അദ്ദേഹത്തിന്റെ ആധിപത്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് പറയുന്ന കാര്യമാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നത് മുൽക്ക്, ആധിപത്യം. അപ്പൊ അദ്ദേഹത്തോട് അന്ന് കുറച്ച് വെള്ളം ഉണ്ടായിരുന്നു, എല്ലാവർക്കും കുടിക്കാൻ കുറച്ച് വെള്ളമുണ്ട്, കുറച്ച് വെള്ളമുള്ളൂ. അപ്പോ ഹാറൂൺ റഷീദിനോട് മുഹമ്മദ് ബിൻ സിമാഖ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചോദിക്കുകയാണ്, ഈ കുറച്ച് വെള്ളം ഉണ്ടല്ലോ, അത് നിനക്ക് തടയപ്പെട്ട നീ എന്ത് ചെയ്യും? ഈ കുറച്ച് വെള്ളം അത് എനിക്ക് തരുന്നില്ല, അപ്പൊ എന്ത് നീ ചെയ്യും? എനിക്ക് വെള്ളം കിട്ടാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ, കുറച്ച് വെള്ളമുള്ളൂ, അതുകൊണ്ട് തടയപ്പെട്ടു, അപ്പൊ ഇനി എന്ത് ചെയ്യും? വെള്ളത്തിന് ദാഹിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഹാറൂൺ റഷീദ് പറയുന്നുണ്ട്, എന്റെ രാജ്യത്തിന്റെ പകുതി കൊടുത്തിട്ടെങ്കിലും ഞാൻ എന്ത് ചെയ്യും? ഈ വെള്ളം വാങ്ങും. എന്റെ രാഷ്ട്രത്തിന്റെ, എന്റെ ആധിപത്യത്തിന്റെ എന്റെ മുൽക്കിന്റെ പകുതി കൊടുത്തിട്ടെങ്കിലും ഞാൻ ഇത് വാങ്ങും എന്ന് പറഞ്ഞു. അപ്പോ മുഹമ്മദ് ബിൻ സിമാഖ് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നുണ്ട്, ഇനി നീ ഈ വെള്ളം കുടിച്ചു, ഈ വെള്ളം കുടിച്ചിട്ട് അത് നിന്റെ വയറിലെത്തി, പക്ഷേ അത് പുറത്തു പോകുന്നില്ല, നീ കുടിച്ച വെള്ളം എന്ത് ചെയ്യുന്നില്ല? പുറത്തു പോകുന്നില്ല, അപ്പൊ നീ എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട്, ഹാറൂൺ റഷീദ് പറയുന്നുണ്ട്, ഞാന് എന്റെ ബാക്കിയുള്ള ആധിപത്യം മുൽക്കും കൂടി കൊടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ എന്താ പറഞ്ഞത്? ഈ വെള്ളം തടയപ്പെട്ടാൽ നീ എന്ത് ചെയ്യും? അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഞാൻ എന്റെ ആധിപത്യം ഇതിന്റെ പകുതി കൊടുക്കും, ഇനി ഞാൻ കുടിച്ചിട്ട് എന്റെ വയറിലെത്തി, പക്ഷെ അത് പുറത്തു വന്നില്ല, അപ്പൊ എത്ര കൊടുക്കുന്നില്ലേ? അപ്പോഴും പറഞ്ഞു അദ്ദേഹം, എന്റെ ബാക്കിയുള്ള ഞാൻ പകുതിയും കൊടുക്കും. എന്നിട്ട് അപ്പോ മുഹമ്മദ് നസീമാക്ക് അദ്ദേഹത്തോട് പറയുകയാണ്, നിന്റെ ഈ രാഷ്ട്രം എന്നൊക്കെ ഉള്ളത് അതെന്താണ്? ഈ ഒരു ഇത് വെള്ളം കുടിക്കുക എന്നുള്ളതാണ് നിന്റെ രാഷ്ട്രത്തിന്റെ പകുതിയുടെ വില. അതേപോലെ തന്നെ ബാക്കിയുള്ള പകുതിയുടെ വില എത്ര? നീ മൂത്രിക്കുക, അല്ലെ? പുറത്തു പോകാന്ന് പറയുമ്പോൾ അത് മൂത്രിക്കലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ അത്ര വിലയുള്ളൂ. അതുകൊണ്ട് തന്നെ നീ ഈ ദുനിയാവിലെ രാഷ്ട്രങ്ങൾക്ക് വേണ്ടി നിങ്ങൾ തമ്മിൽ കടിപിടി കൂടരുത് എന്ന് മുഹമ്മദ് ബിൻ സിമാഖ് ഹാറൂൺ റഷീദിനോട് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതൊന്ന് ഈ ദുനിയാവിന്റെ ഒരു കീമത്ത്, ഇതിന്റെ ഒരു വില നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് മുൽക്കും ഒക്കെ കിട്ടുമായിരിക്കും, പക്ഷെ ആ മുൽക്കൊക്കെ എന്താണ്? ഇതൊക്കെ പോകുന്ന മുൽക്കാണ്, ആലങ്കാരികമായി കൊണ്ട് പറയുന്ന ഒന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് എന്താവൂല, നമ്മളിവിടെ ഉടമപ്പെടുത്തിയ ഒന്നും നമ്മൾ കൊണ്ടുപോകുകയില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. ഒന്നും നമ്മൾ കൊണ്ടുപോകില്ല, ഒരു 3 കഷ്ണം തുണി മാത്രമാണ് കൊണ്ടുപോകുക, അത് തന്നെ ദ്രവിച്ചു പോവുകയും ചെയ്യും. പക്ഷെ നമ്മൾ ആഖിറത്തിലേക്ക്, നമ്മളൊന്നും ഉണ്ടാവില്ല ഈ ലോകത്തൊന്നും. ഇവിടെ നമ്മൾ അധിപത്യപ്പെടുത്തുന്ന ഒന്നും, അധീനപ്പെടുത്തുന്ന ഒന്നും നമുക്ക് പരലോകത്തേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കുകയില്ല. വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എന്താണ് അതിന്റെ അർത്ഥം? അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളവനാണ്. അപ്പൊ ഇവിടെ സാധാരണ പറയേണ്ടത് എങ്ങനെയാണ്? ഇവിടെ ഈ പ്രയോഗത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. അള്ളാഹു പറയുന്ന വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രയോഗത്തിൽ എന്തൊരു ഒരു പ്രത്യേകത ഉണ്ട്. സാധാരണ പറയാറുള്ളത് വഹുവ ഖദീറുൻ അലാ കുല്ലി ഷൈ, അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ, ഖദീറിന്റെ അവസാനത്തെ കൊണ്ടുപോകുന്നു. എന്നാൽ അവസാനം കൊണ്ടുവരുന്നതിനെ ആദ്യം കൊണ്ടുപോകുന്നു. ഇത് നമുക്ക് കാണാൻ സാധിക്കും, അത് ഇഖ്തിസാസിന് വേണ്ടിയിട്ടാണ്. അഥവാ
അള്ളാഹുവിന് മാത്രമാണ് എല്ലാ കഴിവും ഉള്ളവൻ. എല്ലാ കാര്യത്തിനും കഴിവുള്ളവൻ ആര് മാത്രമാണ്? അള്ളാഹു മാത്രമാണ് എന്നുള്ള അർത്ഥം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ രൂപത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാവും. അത് അറബിയിലെ നഹ്വിലേക്കുള്ള ബലാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്. അപ്പൊ ഇവിടെ വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അപ്പൊ തഖ്ദീമു മാ ഹഖ്ഖുഹു തഅഖുർ എന്ന് പറയും. അവസാനം വരേണ്ട സാധനത്തിനെ ആദ്യം കൊണ്ടുപോകുന്നു. അതെന്തിനാണ്? ലിൽ ഇഖ്തിസാസ്. അത് ഇഖ്തിസാസിന് വേണ്ടിയിട്ടാണ് എന്ന് പണ്ഡിതന്മാർ പറയുന്നത് കാണാൻ സാധിക്കും. അപ്പൊ വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നർത്ഥം. അപ്പൊ ഖദീർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഖുദ്റത്തിൽ നിന്ന് വന്നതാണ്. ഖുദ്റത്ത് എന്ന കഴിവ്. ഖദീർ വരുമ്പോൾ കഴിവുള്ളത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഖാദിർ എന്ന് പറഞ്ഞാൽ മതി. ഖാദിർ എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പൊ എന്താണ് പറയാ, നമ്മുടെ അടുത്ത് എന്തെങ്കിലും കാര്യം ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ പറയും ലസ്റ്റു ഖാദിറുൻ അലാ ദാലിക്. എനിക്ക് അതിന് കഴിവില്ല, എനിക്ക് കഴിയില്ല. അല്ലെങ്കിൽ അന ഖാദിറുൻ അലാ ദാലിക്, എനിക്ക് കഴിയും, എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും. ഖാദിർ, എനിക്ക് കഴിയുന്നതാണ്. പക്ഷെ ഇവിടെ ഉപയോഗിച്ചത് എന്താ? ഖദീർ എന്നാണ്. അപ്പൊ ഖദീർ എന്നുള്ളത് അത് എന്തിനാണ് ആ രൂപത്തിൽ കൊണ്ടുവന്നത്? ലിൽ മുബാലഗത്തി, അതിന്റെ വർദ്ധനവിനെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഖദീർ എന്ന് പറയുമ്പോൾ അതോ എല്ലാത്തിനും കഴിവുള്ളതാണ്. സാധാ കഴിവല്ല, നമ്മളെ പോലുള്ള കഴിവല്ല. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഖദീർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് എന്താണ്? എല്ലാത്തിനും കഴിവുണ്ട്. അപ്പൊ ഇതൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ റബ്ബിനെ പറ്റി നമ്മൾ മനസ്സിലാക്കുകയാണ്. അള്ളാഹുവിനെ പറ്റി നമ്മുടെ ജീവിതത്തിൽ വലിയ അറിവുകൾ ലഭിക്കുകയാണ്. അള്ളാഹുവിന്റെ കഴിവിനെ പറ്റിയിട്ടൊക്കെ നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഈ ലോകത്ത് എന്തായിരിക്കും? നമുക്ക് ആരെങ്കിലും മുൽക്കുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നത് അവന് പാവയാണ് എന്നൊക്കെ പറയും, അല്ലെ? പപ്പറ്റ് ഗവൺമെന്റ് എന്നൊക്കെ പറയും. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയല്ല, എല്ലാം മുൽക്കും. അതുകൊണ്ടാണ് സൂറത്തു ആലി ഇമ്രാനിൽ പറയുന്നത് ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി, ആധിപത്യത്തിന്റെ, അല്ലെ, രാജാക്കന്മാരുടെ രാജാവ്, ആധിപത്യത്തിന്റെ രാജാവ്, അല്ലെ? എല്ലാവർക്കും ആധിപത്യം കൊടുക്കുന്നത്, ഈ ദുനിയാവിലെ ആൾക്കാർക്കൊക്കെ ആധിപത്യം കൊടുക്കുന്നത് ആരാ? അള്ളാഹു, അല്ലെ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാ. അള്ളാഹുവെ, മുൽക്കിനെ ഉടമപ്പെടുത്തിയവനെ, ആധിപത്യപ്പെടുത്തിയവനെ, ഉടമപ്പെടുത്തിയവനെ, തുഅ്തിൽ മുൽക മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ ആധിപത്യം കൊടുക്കുന്നു. വതൻസിഉൽ മുൽക മിമ്മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് ആധിപത്യത്തെ, ഉടമസ്ഥാവകാശത്തെ ഊരിയെടുക്കുന്നു. വതുഇസ്സു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് പ്രതാപം നൽകുന്നു. വതുദില്ലു മൻ തശാ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നിന്ദ്യത നൽകുന്നു. ബിയദിക്കൽ ഖൈർ, നിന്റെ കയ്യിലാണ് എല്ലാ ഖൈറും. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, അള്ളാഹു നിനക്ക് എല്ലാത്തിനും കഴിവുള്ളവനാണ് എന്ന് പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിന് എല്ലാത്തിനും കഴിയും. അപ്പൊ നമുക്കൊക്കെ ചില വിഷമങ്ങൾ ഉണ്ടാവും, അല്ലെ? എന്തെങ്കിലും കാര്യങ്ങളൊക്കെ നേടിയെടുക്കുക, അപ്പൊ നമ്മളിങ്ങനെ വിഷമിച്ചിരിക്കും. നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ്? എന്റെ റബ്ബ് എന്റെ ഈ പ്രശ്നം അറിയുന്നുണ്ട്, അല്ലെ? അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ പ്രശ്നങ്ങൾ അറിയുന്നുണ്ട്. എന്ത് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നാലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്, എന്റെ പ്രശ്നം ആരറിയുന്നുണ്ട്? എന്റെ റബ്ബ് അറിയുന്നുണ്ട്. ആ റബ്ബിന് എന്റെ പ്രശ്നം സോൾവ് ചെയ്യാൻ പറ്റില്ലേ? സോൾവ് ചെയ്യാൻ എളുപ്പമാണ്, അല്ലെ? അള്ളാഹു കഴിയും. അതുകൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് വല്ലാത്ത സമാധാനം കിട്ടും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ റബ്ബിനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യും. റബ്ബിനോട് ചോദിക്കുക, റബ്ബിനോട് വിനയപ്പെട്ട് ഒന്ന് ഒന്നൊക്കെ എടുത്ത്, അല്ലെങ്കിൽ നമസ്കാരത്തിനൊക്കെ ശേഷം ഒന്നിരുന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരത്തിന്റെ സമയം, പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന സമയങ്ങൾ അത് ഉപയോഗപ്പെടുത്തുക. ആ രൂപത്തിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അതെന്ത് ചെയ്യുക? നമ്മൾ നമ്മൾ നേടിയെടുക്കുക, പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്. അല്ലാതെ ഇന്നത്തെ കാലത്ത് വേറെ എന്തൊക്കെ പറഞ്ഞു തരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. യോഗ ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, എനർജി തെറാപ്പി ഒക്കെ കാണാൻ സാധിക്കും. അതൊന്നല്ല നമ്മൾ ചെയ്യേണ്ടത്. അവരൊക്കെ നോക്കിക്കൊണ്ട്, അവരൊക്കെ ആരെങ്കിലും ഇപ്പൊ എന്റെ പെങ്ങള് അടക്കം അങ്ങനത്തെ ഒരു ഇതിൽ കയറിയിരുന്നു, അതിനെ പറ്റി സംശയങ്ങൾ ചോദിച്ചിരുന്നു. അപ്പൊ മുസ്ലിം സ്ത്രീകൾ തന്നെ ഇതിന് പിന്നാലെ പോകുന്ന ഒരു അവസ്ഥ ഉണ്ട്. അവരുടെ ജീവിതത്തിൽ ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിങ്ങൾ തന്നെ ഇത്തരം സംരംഭങ്ങൾ നടത്തുക. അപ്പോ ഒരിക്കലും ഇസ്ലാമികമല്ല. ഇസ്ലാം പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ വിശുദ്ധ ഖുർആനെ നോക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത്തിയു അല്ലാഹ വഅത്തിയു റസൂല ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് റഹ്മത്ത് കിട്ടും. എങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുകയാണെങ്കിൽ. അപ്പൊ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക വേണ്ടത്. നമുക്ക് റഹ്മത്ത് വേണമെങ്കിൽ അള്ളാഹ് കഷ്ടപ്പെട്ട് കാര്യങ്ങൾ ചെയ്യാം. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാർ വർത്താൻ പറയുന്നുണ്ട് സൂറത്തുൽ നൂഹിൽ. അപ്പോ ആ രൂപത്തിൽ ഇസ്തിഗ്ഫാർ നടത്തുക, അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിന്റെ അടുക്കലുള്ള റിസ്ക് നമ്മൾ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അള്ളാഹുവിന്റെ താരങ്ങളുമായി കൊണ്ട് പ്രാർത്ഥിക്കുക.
അപ്പൊ ഇതിലൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു ഇതുള്ളത് അള്ളാഹു എല്ലാത്തിനും കഴിവുള്ളതാണ്. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് അള്ളാഹുവെ എല്ലാത്തിനും കഴിവുള്ളവനാണ്. ഇബ്രാഹിം നബിയെ തീനെ തണുപ്പിച്ചു എന്നുള്ളതാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം ആ ഒരു തീയിൽ കിടക്കുന്ന സമയത്ത് ജിബ്രീൽ മലക്ക് വന്ന് ചോദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. നമുക്ക് ഹദീസിൽ കാണാൻ സാധിക്കും. ജിബ്രീൽ മലക്ക് വന്ന് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും സഹായം വേണോ? ഇബ്രാഹിം നബി അവിടെ കിടക്കുന്നത് തീ കൊണ്ടാരത്തിലാണ്. കിടക്കുന്ന സമയത്ത് ജിബ്രീൽ ചോദിക്കുകയാണ്, എന്തെങ്കിലും ആവശ്യം വേണോ, എന്തെങ്കിലും സഹായം വേണോ എന്ന് ചോദിക്കുമ്പോൾ ഇബ്രാഹിം നബി പറയാണ്, എന്റെ ആവശ്യമുണ്ട്, പക്ഷെ എനിക്ക് അള്ളാഹുവിന്റെ ആവശ്യമുണ്ട് എന്ന് പറയുകയാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ആ തീയിനെ തണുപ്പാക്കി മാറ്റുകയാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അള്ളാഹുവിലേക്ക് നമ്മൾ മാറും. അള്ളാഹുവിനോടാണ് നമ്മൾ കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത്. അള്ളാഹുവിന് എല്ലാത്തിനും കഴിവുണ്ട്. അപ്പൊ ആ രൂപത്തിൽ നമ്മുടെ പ്രവാചകന്മാരെ അള്ളാഹു സുബ്ഹാനഹു വതആല സഹായിച്ചതായി കൊണ്ടും അവർ പ്രാർത്ഥിച്ച് അതിന് ഉത്തരം നൽകിയതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ ആ രൂപത്തിൽ നമ്മുടെ പ്രാർത്ഥനകൾ വർദ്ധിപ്പിക്കുകയും അള്ളാഹുവിന്റെ ആ ഒരു മഹത്വവും അവന്റെ കഴിവും ഒക്കെ മനസ്സിലാക്കി ആ രൂപത്തിൽ നമ്മൾ ജീവിക്കുകയാണ് ചെയ്യേണ്ടത്. ഇൻഷാ അല്ലാഹ് ഒരായത്ത് ഇന്ന് എടുത്തു. ഇനി അടുത്ത ആയത്ത് എടുത്ത് ഒരു ക്ലാസ്സിലെടുക്കാം. ഇൻഷാ അല്ലാഹ് മതിയല്ലോ അല്ലേ? അവസാനിപ്പിക്കല്ലേ? ഓക്കെ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. سبحانك اللهم ربنا وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.